ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശപ്പെട്ട് പോകാറുണ്ട് നമ്മളില്ലേ? ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുമ്പോൾ, നമ്മൾ അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിനനുസരിച്ച് ഒരു റിസൾട്ട് നമ്മുടെ പഠനത്തിലോ ജോലിയിലോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് വരാത്തപ്പോൾ, അതിനുവേണ്ടി ഒത്തിരി കാലം കാത്തിരിക്കേണ്ടിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ നിരാശപ്പെട്ട് പോകാറുണ്ട്, മതി എന്നൊക്കെ തോന്നാറുണ്ട്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് വളരെ അഭിഷേകം നിറഞ്ഞൊരു വചനഭാഗമാണ്. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകം, അതിന്റെ 7-ാമത്തെ അധ്യായം. 8, 9, 10 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. സാമുവേലിന്റെ വലിയൊരു ഇന്റർസെഷൻ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ 7-ാമത്തെ അധ്യായം മനസ്സിരുത്തി ഒന്ന് വായിക്കണം. നമുക്ക് എല്ലാവർക്കും ഇൻ റിയാലിറ്റി ലൈഫിന്റെ ചില സിറ്റുവേഷനുകളിൽ നമ്മളെല്ലാം നിരാശപ്പെട്ട് പോകാറുണ്ട്. മുമ്പോട്ട് ഇനി എന്നാ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വലിയൊരു ബോധ്യത്തെക്കുറിച്ച്, വലിയൊരു പ്രത്യാശയെക്കുറിച്ച് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ അതിന്റെ 7-ാമത്തെ അധ്യായത്തിലെ ബ്യൂട്ടിഫുൾ ആയി എപ്പിസോഡ് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറച്ചു തരും. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കണം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം മനസ്സിരുത്തി സമയമെടുത്ത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. അവിടെ ഒരു വലിയ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇസ്രായേലിന്റെ എല്ലാമായിരുന്ന ദൈവസാന്നിധ്യമായിരുന്ന അഭിമാനമായിരുന്ന വാഗ്ദാന പേടകം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, തിരിച്ചു കിട്ടുന്നു. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വാഗ്ദാന പേടകം ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ വാഗ്ദാന പേടകം തിരിച്ചു വന്നിട്ടും ഇവരുടെ ശത്രുക്കൾ അടങ്ങിയിരുന്നിട്ടില്ല. ഇസ്രായേൽക്കാർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഇസ്രായേൽക്കാരുടെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രുരാജ്യം ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. മിസ്പ എന്നൊരു സ്ഥലത്ത്, ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. മിസ്പ എന്നൊരു സ്ഥലത്ത് ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് സാമുവേൽ പ്രവാചകൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 7-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ മിസ്പായ്ക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കല്ല് നാട്ടി നിർത്തിയിട്ട് സാമുവേൽ പ്രവാചകൻ ഇങ്ങനെ ഒരു വാക്ക് പറയും, എബനേസർ. അതിന്റെ അർത്ഥം സഹായശില എന്നാണ്. അതിന്റെ ഒരു വ്യാഖ്യാനം സാമുവേൽ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്, ഇതുവരെ യഹോവ സഹായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് അഭിഷേകത്തോടു കൂടി നിറയേണ്ട ബോധ്യം, വിശ്വാസമാണ്, ഇതുവരെ യഹോവ സഹായിച്ചു, ഇതുവരെ ദൈവം എന്നെ നടത്തി. ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ, അവരിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ശ്രമിച്ചവർ, അവർക്ക് സ്വസ്ഥത കൊടുക്കാതിരുന്ന ആയിരക്കണക്കിന് ജനസമൂഹം ചുറ്റും ഉണ്ടായിരുന്നിട്ടും തോറ്റുപോകുമോ, ഇനി മുമ്പോട്ട് എങ്ങനെ പോകും, ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയ ഒരു ജനതയുടെ മുമ്പിലേക്ക് ഒരു കല്ല് നാട്ടി വെച്ചിട്ട് പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് എബനേസർ, ഇതുവരെ യഹോവ സഹായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. തോറ്റിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, ചങ്ക് നിലവിളിച്ചിട്ടുണ്ട്, ഇനി പറ്റില്ല കർത്താവേ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു വലിയ ബോധ്യം, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിലേക്ക്, ഈ തോൽവിയുടെ നടുവിലേക്ക്, ഈ കണ്ണുനീരിന്റെ നടുക്കേക്ക് ഒരു കല്ലെടുത്ത് വെക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കല്ല് സൂചിപ്പിക്കുന്നത് ഒരു സൂചന വിശ്വാസത്തിൻ്റെതാണ്, മറ്റൊരു സൂചന പ്രത്യാശയുടേതാണ്, മറ്റൊരു സൂചന ഉറപ്പുള്ള അടിസ്ഥാനമാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉറപ്പുള്ള അടിസ്ഥാനവും ഈശോയാണ്. പൗലോസ്ലീഹ കൊരിന്തോസാർക്ക് 2-ാമത്തെ കത്ത് എഴുതുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചു നിർത്തുന്നതും നമ്മൾ നേരെ നിൽക്കുന്നതും ഈശോ എന്ന അടിസ്ഥാനത്തിലാണ്. നമുക്ക് പ്രത്യാശ നൽകുന്നതും നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിലാണ്. സത്യമാണ്, തോറ്റു നിൽക്കുകയാണ്, പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ്, ജീവിതം മതി, തീർത്തേക്കാം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഓർക്കേണ്ടത് ഒറ്റ കാര്യമാണ്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ, എബനേസർ, ഇതുവരെ ദൈവം സഹായിച്ചു. ഈ കുഞ്ഞു പ്രായം മുതൽ ഇതുവരെ നീ ഇപ്പൊ പഠിത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, എടുത്തൊരു തീരുമാനത്തിന്റെ പേരിൽ കണ്ണുനീർ അനുഭവിക്കുന്നുണ്ടാവും, തോറ്റു നിൽക്കുകയാണ്. പക്ഷെ ഇതുവരെ ആ ദൈവം സഹായിച്ചില്ലേ? എബനേസർ ഇതുവരെ സഹായിച്ചെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ആ പ്രത്യാശയുടെ കല്ല്, ആ വിശ്വാസത്തിന്റെ കല്ല്, ആ വിശ്വാസത്തിന് അടിസ്ഥാനമാകുന്ന ഈശോ എന്ന ആ കല്ല് ജീവിതത്തിന്റെ നടുക്ക് സ്ഥാപിക്കുക. എന്നിട്ട് ഈ പ്രശ്നങ്ങളോട് പറയണം, ഈ കണ്ണുനീരുകളോട് പറയണം, നിങ്ങളെ മുട്ടുകൊത്തിച്ചവരോട് പറയണം, എബനേസർ, ഇതുവരെ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. നമ്മളൊരു പാട്ടിങ്ങനെ ഇരടികളൊക്കെ പാടാറില്ലേ, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തി എൻ്റെ ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇത് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഞാൻ സഹായിച്ചില്ലേ? ഇതുവരെ ഞാൻ നിന്നോട് സംസാരിച്ചില്ലേ? ഇതുവരെ ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ? ഇതുവരെ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? നീ തോറ്റുപോയിട്ടും വീണ്ടും എഴുന്നേക്കാൻ ഞാൻ നിന്നെ സഹായിച്ചില്ലേ? ഈ ശില, ഈ കല്ല് സ്ഥാപിക്കുക, എന്നിട്ട് ആ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുക, ഇതുവരെ എന്നെ കർത്താവ് സഹായിച്ചു. തോറ്റുപോയിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇതുവരെ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതുവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സഹായിക്കും, ഇനി മുന്നോട്ട് നയിക്കും. ഈ കല്ലിൽ കയറി നിൽക്കുക, ഈ വിശ്വാസമാകുന്ന അടിത്തറ പാകുക, ഈ പ്രത്യാശ ഒരിക്കലും
ചാഞ്ചാടാതെ ശ്രദ്ധിക്കുക. ഈശോ എന്ന ഏക അടിസ്ഥാനത്തെ മുറുകെ പിടിക്കുക. എബനേസർ ഇതുവരെ ദൈവം സഹായിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഇനിയും ഈശോ സഹായിക്കും. ആ തമ്പുരാൻ്റെ വലിയ നാമത്തിൽ, ആ വലിയൊരു ശക്തിയിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമം നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ഈ അടിസ്ഥാനത്തിൽ നിന്റെ ജീവിതം ഇനി പടുതുയർത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.